Hello. Welcome to market discussion of the day. Today, 31st of October 2025. ഫ്രൈഡേ ആണ്, വീക്കെൻഡ് ആണ്. സോ വീക്കെൻഡ് മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച്, ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ച് അടുത്ത തിങ്കളാഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ രാത്രി ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കും 10:30 മണിക്കുമായിട്ട് 2 ബാച്ചിലായിട്ടായിരിക്കും ഈ ഒരു ക്ലാസ് നടക്കുന്നത്. 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ക്ലാസ്സാണ്. 1 മണിക്കൂറായിരിക്കും ക്ലാസ്സിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 2 സമയത്തും ഒരേ കാര്യങ്ങളായിരിക്കും പറയുന്നത്. സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്നെടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. സോ ഈ ഒരു ടൈമിൽ ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം മെസ്സേജ് അയക്കുക എന്നുള്ളത് എൻ്റെ റിക്വസ്റ്റ് മാത്രമാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമ്മൾ മാറി നിൽക്കണം എന്ന് പറഞ്ഞ ദിവസമാണ്. കാരണം ഇന്നലെ GDP അനൗൺസ്മെൻ്റ് ആയിരുന്നു US നിന്ന്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ GDP അനൗൺസ്മെൻറ്റ് നടന്നിട്ടില്ല, നോട്ട് ഡിക്ലെയർഡ് ആണ്. ഓക്കെ, അതേപോലെ ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം നടന്നിട്ടില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. കാരണം വേറൊന്നുമല്ല, US ഫെഡറൽ ഗവൺമെൻറ് ഷട്ട് ഡൗൺ ആണ്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ ഈ ഒരു 2 ഡേറ്റാസും വന്നിട്ടില്ല. അതുകൊണ്ട് അടുത്ത ആഴ്ച വരാനിരിക്കുന്ന NFP നോൺ ഫാം പേറോളിൻ്റെ ന്യൂസ് വരുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തിനകത്തും ഡൗട്ടുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. നമുക്ക് അതിന് ശേഷം ഉണ്ടായിരുന്ന ECB ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഒരു ചേഞ്ചും ഇല്ലാതെ മാറി എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. 2.15% ആയിരുന്നു. ഈ വട്ടവും 2.15% ആയിട്ട് തന്നെയാണ് ECB ഇൻട്രസ്റ്റ് റേറ്റ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ അതിനുശേഷം നമുക്ക് ഇന്ന് രാവിലെ റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് ഉണ്ടായിരുന്നു ജപ്പാൻ ഇന്ന്. സോ കഴിഞ്ഞ വട്ടത്തെക്കാട്ടി പ്രീവിയസിനെക്കാട്ടിലും ഒരുപാട് ബെറ്ററാണ്. 0.3% ആണ് JPYയിൽ നിന്ന് വന്നിട്ടുള്ള ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ അത് നല്ലൊരു റീറ്റെയിൽ സെയിൽസ് ന്യൂസാണ് ജപ്പാനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടിട്ട് തന്നെ ജാപ്പനീസിന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അപ് ട്രെൻഡ് തന്നെയാണ്. അതിൻ്റെ കൂടെ തന്നെ ജപ്പാനിൽ പുതിയൊരു പ്രസിഡൻറ്റ് വന്നിട്ടുണ്ട്. അത് ഭയങ്കര എന്താ പറയുക, വളരെ നല്ലൊരു രീതിയിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടിട്ട് തന്നെ ജാപ്പനീസ് യെൻ്റെ കാര്യത്തിനകത്ത് നമുക്ക് സെൽ സൈഡ് നിൽക്കാതിരിക്കുക, ഓപ്പോസിറ്റ് ട്രെൻഡിന് ഓപ്പോസിറ്റായിട്ട് നിൽക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഓക്കെ, അതിൻ്റെ കൂടെ നമുക്ക് ഇന്നത്തെ ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ട് ന്യൂസുകളൊന്നും ഇല്ലെങ്കിലും ചൈന US തമ്മിലുള്ളൊരു ട്രേഡ് ഡീൽ ഓൾറെഡി നടന്നിട്ടുണ്ടായിരുന്നു. ഈ വീക്കെൻഡിൽ തന്നെ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓൾറെഡി താരിഫ് 10% കുറച്ചു. ചൈനയിൽ ഏർപ്പെടുത്തിയിരുന്ന താരിഫ് 10% കുറയ്ക്കുകയും അതേപോലെ തന്നെ ചൈനീസ് എക്സ്പോർട്ട് സോയാബീൻ എക്സ്പോർട്ടിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു ഡീലും വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. അതൊന്നും സൈൻ ചെയ്തിട്ടില്ല. ആ സൈനിങ് ഒക്കെ ഇന്നും നാളെയും അല്ലെങ്കിൽ വീക്കെൻഡിലൊക്കെ ആയിട്ടായിരിക്കും നമുക്ക് അത് പ്രോപ്പറായിട്ട് മനസ്സിലാവുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. സോ ബേസിക്കലി 2 ലീഡേഴ്സും നല്ല കാര്യങ്ങളൊന്നും, ഈ ഒരു മീറ്റിങ്ങിനെ കുറിച്ച് നല്ല കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നുള്ളതൊരു വേറൊരു കാര്യമാണ്. സോ അറിയില്ല, ഇനിയിപ്പം ട്രേഡ് ഡീൽ സൈൻ ചെയ്താൽ ഉറപ്പായിട്ടും ഗോൾഡിൻ്റെ പ്രൈസിലൊക്കെ അതിൻ്റെ മാറ്റം നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും. ഗോൾഡിൻ്റെ പ്രൈസ് താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റിയാണ് അങ്ങനെ ഒരു ട്രേഡ് ഡീൽ വന്നാൽ നടക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ട്രേഡ് ഡീൽ വന്നില്ല എങ്കിൽ ഉറപ്പായിട്ടും ഒരു സൈനിങ് ഒന്നും വന്നിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും മാർക്കറ്റ് മുകളിലോട്ടും പോവുകയും ചെയ്യും. കാരണം അതുകൊണ്ടിട്ടാണ് ഇന്നലെയൊക്കെ ചെറിയ മൂവ്മെൻ്റ് ആണ് എന്ന് നമുക്ക്, അതായത് കഴിഞ്ഞ ആഴ്ചയൊക്കെ വെച്ച് നോക്കാൻ നേരത്തെ ഓക്കെ ഇന്നലെ ഓൾമോസ്റ്റ് ഒരു എത്രയാണ് ഒരു 1000 പിപ്സിൻ്റെ ഒക്കെ മൂവ്മെൻറ്റ് നടന്നിട്ടുണ്ട് ഇന്നലെ. ഓക്കെ, പക്ഷേ എന്നിരുന്നാലും മാർക്കറ്റ് ചെറിയൊരു സ്ഥലത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. ഈ ഒരു ട്രേഡ് ഡീൽ വരുമോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ആക്ച്വലി മാർക്കറ്റ് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്ന് പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് JPYയിലോട്ട് തന്നെ പോകാം. അതിന് മുന്നേ ആയിട്ട് നമ്മൾ പല ആൾക്കാരും ഒരുപാട് ഏത് ബ്രോക്കറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ വന്നിട്ട് സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രോക്കറാണ്. സോ സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതൊരു ഫോറക്സ് കമ്പനി, ഇപ്പോൾ സ്റ്റാർ ട്രേഡർ തന്നെ നിങ്ങൾ ചെയ്യണം എന്നൊന്നുമില്ല. ഓക്കെ, ഏതൊരു ഫോറക്സ് ട്രേഡിംഗ് കമ്പനിയും നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റെഗുലേഷൻ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കണം. റെഗുലേഷൻ നോക്കുമ്പം ബേസിക്കലി അത് എവിടെയൊക്കെയാണ് റെഗുലേറ്റഡ്, അത് UAE ബേസ് ചെയ്തിട്ടുള്ള സ്കാഡ റെഗുലേഷൻ ഉണ്ട്, അതേപോലെ UK ബേസ് ചെയ്തിട്ടുള്ള FCAയുടെ റെഗുലേഷൻ, ASIC, അതേപോലെ സൗത്ത് ആഫ്രിക്ക ബേസ് ചെയ്തിട്ടുള്ള, ബേസിക്കലി ഈ UK ബേസ് ചെയ്തിട്ടുള്ളതും SCAയുടെ UAE ബേസ് ചെയ്തിട്ടുള്ള റെഗുലേഷനും ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കമ്പനിയെ വിശ്വസിക്കാം എന്നുള്ള ഒരു കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. സോ ഇവിടെ അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് ASICയും ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ടുള്ള റെഗുലേഷനും FSCA സൗത്ത് ആഫ്രിക്ക ബേസ് ചെയ്തിട്ടുള്ള റെഗുലേഷനും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അതിൻ്റെ കൂടെ തന്നെ $100,000 വരെ ലോയിഡ്സ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് UK യിലെ നമ്പർ 1 ബാങ്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു അഡീഷണൽ
കാര്യമാണ്. ഓക്കെ, സോ അതിൻ്റെ കൂടെ ടൈറ്റ് ആയിട്ടുള്ള സ്പ്രെഡും സ്വാപ്പ് ഫ്രീ അക്കൗണ്ട്സും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഡെപ്പോസിറ്റ് ബോണസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡെപ്പോസിറ്റ് ബോണസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ ക്ലയൻസിന് ആദ്യത്തെ $1,000 100% ഡെപ്പോസിറ്റ് ബോണസും സബ്സിക്വൻറ്റ് ഡെപ്പോസിറ്റിൻ്റെ 20% ബോണസുമാണ് അവർ തരുന്നത്. ഇന്ത്യൻ ക്ലയൻസിനാണെങ്കിൽ ആദ്യത്തെ ഡെപ്പോസിറ്റിന് ആദ്യത്തെ $500 50%, ടോട്ടൽ ഡെപ്പോസിറ്റിന് 20%, സബ്സിക്വൻറ്റ് ഡെപ്പോസിറ്റിന് 20% ബോണസാണ് സ്റ്റാർ ട്രേഡർ തരുന്നത്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ JPYയിലോട്ട് വരുമ്പോൾ JPY 154.136 നിൽക്കുന്നു. സോ ഇന്നലെ നമുക്കറിയാം 154 മുകളിലായിട്ടല്ല മാർക്കറ്റ് ക്ലോസ് ആയത്. അതുകൊണ്ടിട്ട് ഇന്ന് പല മാർക്കറ്റ് ഓപ്പണിങ്സിനും 154 താഴെ തന്നെയാണ് മാർക്കറ്റ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ 2 ക്യാൻഡിൽസും 154 മുകളിലായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളൊരു കൺസിഡറേഷൻ വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ബൈ ചെയ്യാമോ എന്നെടുത്ത് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. കാരണം നമുക്കൊരു തീരുമാനം എടുക്കാറായിട്ടില്ല JPYയിൽ എന്നുള്ളൊരു കാര്യമാണ്. സോ ഇന്നത്തെ മൂവ്മെൻറ്റ് നമുക്ക് 152 വരെയൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. 153 വരെയൊക്കെയാണ് നമുക്കിന്ന് പ്രതീക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളത് വേറൊരു കാര്യം കൂടെയാണ്. ഓക്കെ, സോ 153 അവിടെ നിന്ന് നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. 153 അവിടെ നിന്നല്ല, 152 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ബൈ ചെയ്യാം. ഇല്ലെങ്കിൽ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് നാളത്തേക്ക് മാർക്കറ്റിൽ ഒരു ഓപ്പണിംഗ് എടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ തിങ്കളാഴ്ച ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. 154 മുകളിലാണ് ഇന്ന് മാർക്കറ്റ് അവസാനിക്കുന്നത്. 54 മുകളിൽ നിന്ന് അവസാനിക്കുകയും തിങ്കളാഴ്ച രാവിലെ 7:30 മണിക്ക് 154 മുകളിൽ തന്നെയാണ് എങ്കിൽ നമുക്ക് മാർക്കറ്റിൽ നിന്നൊരു ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഇല്ലാത്ത പക്ഷം 154 താഴെയാണെങ്കിൽ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് തിങ്കളാഴ്ച ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം എന്ന് ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. സോ നേരെ നമ്മൾ യൂറോയിലോട്ട് വരുമ്പോൾ 151.1575 എന്ന് പറയുന്ന റേഞ്ചിൽ മാർക്കറ്റ് നിൽക്കുന്നു. 1.1500 അവിടെ നിന്നാണ് നമ്മൾ പ്രോപ്പറായിട്ടുള്ളൊരു ബൈ ഉള്ളതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. സോ ഇല്ല, നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യേണ്ട എങ്കിൽ 1.1540 അടുത്തൊക്കെ 1.1500 അടുത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് വേണമെങ്കിലും ബൈ ചെയ്യാം. കാരണം അവിടെ മൾട്ടിപ്പിൾ ക്യാൻഡിൽസ് അവിടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുകയും അവിടെ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം എന്നുള്ളതാണ് യൂറോയിൽ എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ നേരെ നമ്മൾ GBPയിലോട്ട് വരുമ്പോൾ GBP 1.3143 നിൽക്കുന്നു. ഓക്കെ, സോ 1.3144 എന്ന് പറയുന്ന റേഞ്ചിലാണ് നിൽക്കുന്നത്. 1.3100 നമുക്ക് മാർക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് നമുക്ക് GBPയിൽ എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി. 1.3100 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ 1.3100 തന്നെ മാർക്കറ്റ് വരുമോ എന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല. 1.3110 1.3120 അതിൻ്റെ അടുത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. വേണമെങ്കിൽ ടൈറ്റായിട്ട് 1.3070 സ്റ്റോപ്പ് ലോസ് വെക്കാം. സേഫ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് 1.3040 താഴെയാണ് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പോൾ ഗോൾഡ് എനിക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ചൈന US തമ്മിലുള്ളൊരു ട്രേഡ് ഡീൽ വന്നാൽ ഉറപ്പായിട്ടും ഗോൾഡ് താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റിയാണ് കൂടുതലുള്ളത്. അതുകൊണ്ടിട്ട് തന്നെ മാർക്കറ്റിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കുക. കാരണം മാർക്കറ്റ് അപ് ട്രെൻഡ് തന്നെയാണ്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് മാർക്കറ്റ് ഒന്ന് മാറി നിന്നിട്ട് നമ്മൾ തിങ്കളാഴ്ച ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും ബെറ്റർ. പക്ഷേ എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് പ്രസൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3830 ഓക്കെ, 3830 ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് പ്രസൻ്റ് ആണ്. പക്ഷേ ഈ ട്രേഡ് ഡീൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഒരു ബൈ എൻട്രി അല്ലെങ്കിൽ ഒരു ബൈ ലിമിറ്റ് അവർ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബൈ ലിമിറ്റ് എടുത്ത് മാറ്റാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ 3830 ഉറപ്പായിട്ടും ഒരു പുൾ ബാക്ക് ഉണ്ടാവും. തിരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് കയറാനായിട്ടുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും അതും നമ്മളൊന്ന് ശ്രദ്ധിച്ച് തന്നെ പോകണം. വേണമെങ്കിൽ ബൈ ഓർഡർ ഇട്ട് വെക്കുന്നത് കൊണ്ട് തെറ്റില്ലാത്ത കാര്യമാണ് 3830. അല്ലാതെ വേറെ ഒരൊറ്റ ഓപ്പർച്യൂണിറ്റി പോലും എനിക്ക് പറയാനായിട്ടില്ല. അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു $30 എങ്കിലും സ്റ്റോപ്പ് ലോസ് വെച്ച് തന്നെ ചെയ്ത് പോവുക എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവാണ്. 3830 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3830 തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊരു നിർബന്ധവുമില്ല. 3830-35 റേഞ്ചിലൊക്കെ ആയിരിക്കും പുൾ ബാക്ക് ഉണ്ടാവുന്നത് എന്നെടുത്ത് ഞാൻ ഓർമ്മിപ്പിച്ച് പോവുകയാണ്. സോ ഇത്രയൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ.
സോ സേഫായിട്ട് ട്രേഡ് ചെയ്യുക. ഇന്ന് ട്രേഡ് ഡീൽ വരാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട് എന്ന് കൺസിഡർ ചെയ്ത് തന്നെ ട്രേഡ് ചെയ്ത് മുന്നോട്ട് പോവുക. ഉറപ്പായിട്ടും ട്രേഡ് എടുക്കാം. സ്റ്റോപ്പ് ലോസ് ഇട്ട് തന്നെ ട്രേഡ് ചെയ്യുക എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് മാത്രം ട്രേഡ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ തിങ്കളാഴ്ച കാണുന്നത് വരെ ഗുഡ് ബൈ.